മാറുന്നതിനനുസരിച്ച് കോലം മാറുക എന്നത് മനുഷ്യന്റെ രീതിയാണ്. എല്ലാ മേഖലയിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ 4 തൂണുകളായ മാധ്യമ മേഖലയിലും ഇത്തരത്തിൽ മാറ്റങ്ങൾ പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു. നവമാധ്യമങ്ങളുടെ വരവോട് കൂടി എല്ലാ ജനങ്ങളും ഓരോ മാധ്യമ പ്രവർത്തകരുടെ റോളിലേക്ക് മാറുന്നത് നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ജനങ്ങൾക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് അത്തരം പ്രവർത്തനങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല. എന്നാൽ ചില ദുഷ്ടശക്തികളുണ്ട്. കയ്യിൽ ഒരു മൊബൈൽ ഫോണും ഒരു മൈക്കും അല്ലെങ്കിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ആരെക്കുറിച്ചും എന്തും പറയുക, ഭീഷണിപ്പെടുത്തുക, സ്വയം എന്തൊക്കെയോ ആണെന്ന് ധരിക്കുക. മാധ്യമ പ്രവർത്തനത്തിന്റെ ABCD പോലും ഒരു കലാലയത്തിൽ പോയി പഠിക്കാതെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ചു പറഞ്ഞ് തെറിയും അസഭ്യവും പറഞ്ഞ് സമൂഹത്തിൽ മാന്യരായി ജീവിക്കുന്നവരെ സാമൂഹിക മാധ്യമങ്ങൾ വഴി ആക്ഷേപിക്കുന്ന ചില നികൃഷ്ട ജന്മങ്ങൾ. അത്തരത്തിൽ ഒരാളെ കുറിച്ചാണ് പറയുവാനുള്ളത്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഓരോ അക്കൗണ്ട് തുറന്നു വെച്ചിട്ട് 500-600 രൂപ കൊടുത്ത് ഏതോ ഒരു ഡിസൈനറെ കൊണ്ട് TV എന്ന് പേര് ചേർത്ത് ഒരു ലോകം ഉണ്ടാക്കി കഴിഞ്ഞാൽ താൻ എന്തോ വലിയ ചാനലുകാരനായി എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അതെ, പറഞ്ഞു വരുന്നത് അയാളെ പറ്റി തന്നെയാണ്. സൂരജ് പാലക്കാരൻ എന്ന യൂട്യൂബറെ പറ്റി. യൂട്യൂബർ എന്ന് വിളിക്കാൻ പോലും യോഗ്യതയുണ്ടോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരാൾ പുറത്തിറങ്ങി വീണ്ടും വീണ്ടും നാട്ടിലെ സ്ത്രീകളെ മലയാളം നിഘണ്ടുവിൽ പോലും ഇല്ലാത്ത തെറികൾ പറഞ്ഞ് സ്വയം കുളിര് കൊള്ളുന്ന ഒരാൾ. അല്ലാതെ എന്ത് വിശേഷണമാണ് അയാൾക്ക് ചേരുക? ഇപ്പോൾ ഇത് പറയാൻ ചില കാരണങ്ങളുണ്ട്. സൂരജ് പാലക്കാരൻ എന്ന അഭിനവ മാധ്യമ പ്രവർത്തകനെതിരെ ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നു. വ്യവസായിയെ ഭീഷണിപ്പെടുത്തി വ്യാജ വാർത്തകൾ ചെയ്തു. സൂരജ് പാലക്കാരനെതിരെ നടപടിയുമായി ഹൈക്കോടതി. രാജ്യത്തെ ഏറ്റവും വലിയ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായ BLM-നും ചെയർമാൻ R പ്രേംകുമാറിനുമെതിരെയുള്ള വ്യാജ വാർത്തകൾക്കെതിരെയാണ് കേരള ഹൈക്കോടതിയുടെ കർശനമായ നടപടി. ഇതോടെ ഹൈക്കോടതിയുടെ വിധി പ്രകാരം വ്യാജ പ്രചാരണവും യൂട്യൂബിലൂടെ ചീത്തവിളിയും ഭീഷണിയും നടത്തിയതിനുൾപ്പെടെ പോലീസ് നടപടി സ്വീകരിക്കും. DGPക്ക് നേരിട്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് എന്നതും കേസിൽ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഹോട്ടലിൽ പണം എത്തിച്ചത് BLM ചെയർമാൻ പ്രേംകുമാർ എന്ന് പറഞ്ഞ് വ്യാജമായ വാർത്തകൾ ചെയ്തു എന്നും നിരവധി വാർത്തകൾ മോശമായ ഭാഷാ ശൈലിയിലും ഭീഷണിപ്പെടുത്തും വിധവും ചെയ്തു എന്നായിരുന്നു പരാതി. അടിസ്ഥാനരഹിതവും തെളിവുകൾ ഇല്ലാത്തതുമായ വ്യാജ വാർത്തകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു നിയമ നടപടി. കേസിൽ ഹൈക്കോടതി സൂരജ് പാലക്കാരനെതിരെ കർശനമായ നടപടിയാണ് സ്വീകരിച്ചത്. വീഡിയോകൾ നിയമവിരുദ്ധം എന്ന് സൂചിപ്പിച്ച ഹൈക്കോടതി വീഡിയോകൾ നീക്കം ചെയ്യാൻ DGPയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേസിൽ വിധി പറഞ്ഞ ഹൈക്കോടതി DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ നിയമം തുറങ്കിലടച്ചയാൾ വീണ്ടും വീണ്ടും പുറത്തിറങ്ങി മാന്യമായി ജീവിക്കുന്നവരെ ഭീഷണിപ്പെടുത്താനും ആക്ഷേപിക്കാനും മാധ്യമ പ്രവർത്തകൻ എന്ന മേലങ്കിയെടുത്ത് അണിയുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇത്തരം ആളുകൾ മാന്യമായി മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്ക് അപമാനവും.